എക്സൽ പി എസ് സി പരീക്ഷകൾക്ക് ചോദിച്ച സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ അമർത്യ സെൻ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി 5ാം പഞ്ചവത്സര പദ്ധതി. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പന. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് നിലവിൽ വന്ന വർഷം 1966. GST ലോകസഭ അംഗീകരിച്ചത് 2016 ഓഗസ്റ്റ് 8. കേരളത്തിലെ ആദ്യ സഹകരണ സംഘം ട്രാവൻകൂർ സെൻട്രൽ കോഓപ്പറേറ്റീവ്. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിക്കപ്പെട്ടത് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെ കൂടിയാണ്? റഷ്യ. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് 2016 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി അടൽ ഇന്നൊവേഷൻ മിഷൻ. സ്റ്റാർട്ടപ്പ് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കാൻ 2016 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി സ്റ്റാർട്ടപ്പ് ഇന്ത്യ കർമ്മ പദ്ധതി. കേന്ദ്ര ധനകാര്യമന്ത്രിയായിരുന്ന ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് പദവിയിലെത്തിയ വ്യക്തി ആർ വെങ്കിട്ടരാമൻ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇമ്പീരിയൽ ബാങ്ക്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിൽ ഉള്ള മൃഗം കടുവ. GST ഏറ്റവും അവസാനം നടപ്പിലാക്കിയ സംസ്ഥാനം ജമ്മു കാശ്മീർ. GST രാജ്യസഭ അംഗീകരിച്ചത് 2016 ഓഗസ്റ്റ് 3. കേരളത്തിൽ വിദേശ നാണ്യം നേടിത്തരുന്നത് മുഖ്യ പങ്കുവഹിക്കുന്ന വ്യവസായം കശുവണ്ടി. വെൽത്ത് ഓഫ് നേഷൻ എന്ന കൃതിയുടെ കർത്താവ് ആഡം സ്മിത്ത്. ഇന്ത്യൻ ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി VP മേനോൻ. ഇന്ത്യൻ കറൻസി അച്ചടിക്കുന്നത് എവിടെ? നാസിക് സെക്യൂരിറ്റി പ്രസ്. ആദ്യമായി മലയാളം വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക് SBT ബാങ്ക്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ഡോക്ടർ അമർത്യ സെൻ. GST നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആസാം. കേരളത്തിൽ GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. ലോക ബാങ്കിൽ നിന്നും ആദ്യമായി വായ്പയെടുത്ത രാജ്യം ഫ്രാൻസ്. UTI ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പേര് ആക്സിസ് ബാങ്ക്. ഗോൾഡ് സ്റ്റാൻഡേർഡ് ആദ്യമായി അംഗീകരിച്ച രാജ്യം ബ്രിട്ടൻ. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്ക്. ആരംഭിച്ച വർഷം 1904. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ.